അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കാണിക്കാൻ വന്നത് മാരുതി സുസുക്കിൻ്റെ 3 വാഹനങ്ങളാണ്. അതിൽ 2 സെലേറിയോ ഉണ്ട്, ഒരു ഇഗ്നിസും വരുന്നുണ്ട്. അപ്പോൾ 3 വണ്ടി അത്യാവശ്യം കുഴപ്പമില്ലാത്ത വൃത്തികാരണമൊക്കെ ഉള്ള വണ്ടികളാണ്. 3 വ്യത്യസ്തമായ കളറിലാണ് വണ്ടിയുള്ളത്. അപ്പോൾ ഇതിൽ 2 വണ്ടികൾ നമുക്ക് ഫുള്ള് ലോൺ ചെയ്യാൻ പറ്റിയ വണ്ടികളുണ്ട്. അതിൽ 2015 VX റെഡ് കളർ വരുന്ന സെലേറിയോ ഫുള്ള് ലോൺ ചെയ്യാൻ പറ്റിയ വണ്ടിയാണ്. അതുപോലെ തന്നെ ഇഗ്നിസ് 2018 മോഡലുണ്ട്, അത് നമുക്ക് ഫുള്ള് ലോൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ 2 വണ്ടികൾ നമുക്ക് ഫുൾ ലോണിൽ ഇറക്കാൻ പറ്റിയ വണ്ടികളാണ്. ബാക്കിയുള്ള മൊത്തത്തിലുള്ള ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് തന്നെ വരുന്നത് 2018 മോഡൽ ഇഗ്നിസാണ്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലാണ് വണ്ടി ഉള്ളത്. 70,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. അതിൻ്റെ ഓപ്ഷൻ വരുന്നത് ഡെൽറ്റയാണ്. ഒരുവിധം എല്ലാ ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സും വണ്ടിക്ക് വരും. 1.2 ആണ് എഞ്ചിൻ്റെ CC വരിക. ഇൻറ്റീരിയർ ഭാഗമൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വൃത്തികാരണമൊക്കെ ഉണ്ട്. സീറ്റ് കവറൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഡെൽറ്റ ആയതുകൊണ്ട് തന്നെ 4 ഡോർ പവർ വിൻഡോ, കമ്പനി സ്റ്റീരിയോ, അതുപോലെ തന്നെ സ്റ്റിയറിംഗ് കൺട്രോൾ, പിന്നെ മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്, സെൻട്രൽ ലോക്ക്, അത്തരത്തിലുള്ള ബേസിക് ആയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും വണ്ടിക്ക് വരുന്നുണ്ട്. ടയർ ഭാഗമൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ആവറേജ് ടയർ വണ്ടിക്കുണ്ട്. അപ്പോൾ വണ്ടിക്ക് റേറ്റ് വരുന്നത് 3,95,000 രൂപയാണ്. ഓൾമോസ്റ്റ് നമുക്ക് ഫുള്ള് ലോൺ ചെയ്യാൻ പറ്റിയ വണ്ടിയാണ്. അപ്പോൾ ചെറിയൊരു ഫാമിലിക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ല വണ്ടിയാണ്. അടുത്ത് വരുന്നത് സെലേറിയോ ആണ്. 2016 മോഡലാണ്. നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി ഉള്ളത്. 72,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. വണ്ടിയുടെ ഓപ്ഷൻ വരുന്നത് ZXE ആണ്. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഫുൾ ഓപ്ഷൻ വണ്ടി ആയതുകൊണ്ട് തന്നെ ബാക്ക് വൈപ്പർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് വണ്ടിക്ക്. ഇൻറ്റീരിയർ ഭാഗമൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല വൃത്തിൻ്റെ സീറ്റ് കവറൊക്കെ വണ്ടിക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ വണ്ടി ZXE ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഫീച്ചേഴ്സ് വരുന്ന വണ്ടിയാണ്. 4 ഡോർ പവർ വിൻഡോ വരും, മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്, പിന്നെ സ്റ്റിയറിംഗ് കൺട്രോൾ, കമ്പനി സ്റ്റീരിയോ, ബാക്ക് വൈപ്പർ, അത്തരത്തിലുള്ള ഒരുപാട് ഫീച്ചേഴ്സ് വരുന്ന വണ്ടിയാണ്. ഇൻറ്റീരിയർ ഭാഗമൊക്കെ അത്യാവശ്യം വൃത്തിയുണ്ട് വണ്ടി. അപ്പോൾ ടയർ ഭാഗമൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടയറൊക്കെ വണ്ടിക്ക് വരുന്നുണ്ട്. അപ്പോൾ വണ്ടിക്ക് റേറ്റ് വരുന്നത് 3,45,000 രൂപയാണ്. ഓൾമോസ്റ്റ് നമുക്ക് ഒരു 3,20 വരെയൊക്കെ വണ്ടിക്ക് ലോൺ ചെയ്യാൻ പറ്റും. ചെറിയ ഡൗൺ പേയ്മെൻറ്റിൽ ഇറക്കാൻ പറ്റിയ വണ്ടിയാണ്. ഇപ്പോൾ ലാസ്റ്റ് കാണിക്കാൻ പോണ വണ്ടി 2015 മോഡൽ സെലേറിയോ ആണ്. നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പിൽ തന്നെയാണ് വണ്ടി ഉള്ളത്. 81,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. വണ്ടിൻ്റെ ഓപ്ഷൻ വരുന്നത് VXE ആണ്. റെഡ് കളറിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വൃത്തികാരണങ്ങളൊക്കെ വണ്ടിക്കുണ്ട്. ഇൻറ്റീരിയർ ഭാഗമൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സീറ്റ് കവറൊക്കെ വണ്ടിക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ VXE ആയതുകൊണ്ട് തന്നെ 4 ഡോർ പവർ വിൻഡോ വണ്ടിക്ക് വരും. പിന്നെ സ്റ്റീരിയോ, അഡീഷണൽ ഒരു ആൻഡ്രോയിഡ് സ്റ്റീരിയോ വണ്ടിക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ AC പവർ സ്റ്റിയറിംഗ്, അത്രയുള്ള ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സും വണ്ടിക്ക് വരുന്നുണ്ട്. 1000 CC വരുന്ന വണ്ടിയാണ് സെലേറിയോ. അതുകൊണ്ട് നമുക്ക് ഏകദേശം ഒരു 16-17 കിലോമീറ്റർ വരെയൊക്കെ വണ്ടിക്ക് മൈലേജ് പ്രതീക്ഷിക്കാൻ പറ്റും. അപ്പോൾ വണ്ടിക്ക് റേറ്റ് വരുന്നത് 2,65,000 രൂപയാണ്. ഫുള്ള് ലോൺ ചെയ്യാൻ പറ്റിയ വണ്ടിയാണ്. അപ്പോൾ 1000 CC ഉള്ള വണ്ടി ആയതുകൊണ്ട് തന്നെ ഏകദേശം നമുക്കൊരു 15-17 ഉള്ളിലൊക്കെ വണ്ടിക്ക് മൈലേജ് പ്രതീക്ഷിക്കാൻ പറ്റും. പിന്നെ 1000 CC ആയ വണ്ടി ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു 4-5 പേരൊക്കെ ഇരുന്നാലും നമുക്ക് AC ഇട്ട് പോകാനൊന്നും വല്ലാണ്ട് ബുദ്ധിമുട്ടുണ്ടാവില്ല. കയറ്റം കാര്യങ്ങളൊന്നും വലിയ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വലിയ കാര്യങ്ങളൊക്കെ ഉണ്ടാവും വണ്ടിക്ക്. ആൾട്ടോണോ റിയോൻ്റെ പോലൊന്നും വലിവിന് കുറവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ചെറിയൊരു ഡൗൺ പേയ്മെൻറ്റിൽ അതുപോലെ തന്നെ ഫുള്ള് ലോണിലൊക്കെ ഇറക്കാൻ പറ്റിയ വണ്ടികളാണ് 3. അതിൽ ഇഗ്നിസ് വരുന്നത് 1.2 ആണ്. അത്യാവശ്യം നല്ല പുള്ളിങ് കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ്. അപ്പോൾ ഇത്തരത്തിൽ ആരെങ്കിലുമൊക്കെ വാഹനങ്ങൾ അന്വേഷിച്ചെടുക്കുന്നവരുണ്ടെങ്കിൽ ബാക്കി ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മളെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മളെ സ്ഥലം വരുന്നത് കാക്കഞ്ചേരിയാണ്, രാമനാട്ടുകരടുത്ത്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്കൊക്കെ അടുത്താണ്. അപ്പോൾ ഇത്തരത്തിൽ സെലേറിയോ അതുപോലെ തന്നെ ഇഗ്നിസ് ഫുള്ള് ലോണിലൊക്കെ ഇറക്കാൻ പറ്റിയ വണ്ടികൾ ആരെങ്കിലും അന്വേഷിച്ചെടുക്കുന്നവരുണ്ടെങ്കിൽ ഓർക്കൊക്കെ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള വാഹനങ്ങളാണ് 3. ബാക്കി ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മളെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി.